ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നിധിയും നികേഷും കൂടെ റോഡിലൂടെ പോവുക കേട്ടോ. നിധിയാണെങ്കിൽ ഓഫീസിൽ പോവുകയാണ്, നികേഷ് പഠിക്കാനും പോവുക. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. ജംഗ്ഷനിൽ എത്താറാകുമ്പോഴത്തേക്കിനും നമ്മുടെ നീതുവിൻ്റെ സഹോദരൻ അഖിലും കുറച്ച് കൂട്ടുകാരന്മാരും കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഇവരെ കാണുമ്പോൾ അവൻ്റെ ചോര അങ്ങോട്ട് തിളയ്ക്കാം കേട്ടോ. പതിയെ എണീറ്റ് വന്നിട്ട് ചോദിക്കാം, എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കാം. ഇവിടെ നികേഷിനും ദേഷ്യം വന്ന്, നിനക്കെന്താടാ മാറടാ, ഓ തിളക്കി തുടങ്ങിയല്ലോ, അവനും അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി കേട്ടാടാ എന്നിങ്ങനെ അഖില് കൂട്ടുകാരന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ പറയാം, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ തിളപ്പൊന്ന് നിർത്തി കൊടുക്കണമല്ലോടോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്ന് കൈ ഓങ്ങാട്ടോ. അപ്പോൾ നിധി പറയാം, അതേ തൊട്ട് പോകരുത്, അവനെ മാറി നിൽക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ആഹാ, നീ ഉണ്ടായിരുന്നല്ലേ കൂടെ, നീയേ ഭയങ്കര ഷോയൊക്കെ കാണിച്ചു എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞല്ലോ എന്ന് അഖില് പറയാട്ടോ. വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? നീ കുറേ ദിവസമായിട്ട് ഒരുത്തന്നെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ മകളെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടാൽ എന്താണ് എന്നൊക്കെ നീ ചോദിച്ചില്ലേ? എടി, നീ ആരുടെ കൂടെ വേണമെങ്കിലോ എവിടെ വേണമെങ്കിലും താമസിക്കുക, അതവിടെയൊക്കെ എൻ്റെ അനിയത്തി കെട്ടിച്ച് വിടണമെന്ന് വല്ല നിയമം ഉണ്ടോ എടി പറ? അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലൊരു ഫ്രോഡ് അതിൻ്റെയൊക്കെ കൂടെ എൻ്റെ അനിയത്തി പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല. 80 വയസ്സായി നടക്കാൻ പോലും വയ്യാതെ കൂനിപ്പടിച്ചിരിക്കുന്ന അമ്മൂമ്മമാർക്ക് പോലും ആ വീട്ടിൽ കയറി താമസിക്കാൻ പേടിയാ. പിന്നെയാണ് ഇനി എൻ്റെ അനിയത്തി അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അത് ശരി, അങ്ങനെ പേടിയാണെങ്കിലേ തൻ്റെ അനിയത്തി അങ്ങോട്ട് പറഞ്ഞു വിടണ്ട, അത്രയേ ഉള്ളൂ. നാട്ടുകാർ മുഴുവനും പറയുന്നല്ലോടി, നാട്ടുകാർ പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? അങ്ങനെയാണെങ്കിലേ നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് എൻ്റെ വീടോ എൻ്റെ വീട്ടിലുള്ളവർ ചീത്തയാവാൻ പോകുന്നില്ല, മനസ്സിലായോ എന്ന് നിധി പറയാം. നീ കൂടുതൽ തിളയ്ക്കാതടി, നീ അവിടെ എന്തുദ്ദേശമാണ് താമസിക്കുന്നത്? നിനക്കവിടെ ഭയങ്കര പരമസുഖമായിരിക്കും, കാരണം അവിടെ 3-4-5 പേരുണ്ടല്ലോ, 5 പേർക്കും കൂടെ ഒറ്റ ഭാര്യയാണല്ലേ. അപ്പോൾ നികേഷിന് അങ്ങോട്ട് ദേഷ്യം വരിടാ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അടിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ നിധി പറയണോ, നിക്ക് മിണ്ടാതിരിക്കെ, നീ ഒന്നും ചെയ്യരുത്, പറയണ കേട്ടില്ലേ ഏട്ടത്തെക്കുറിച്ച്? പറയട്ടെ, അവൻ്റെയൊക്കെ കൾച്ചർ അങ്ങനെയല്ലേ, നമ്മളതുപോലെ തരം താഴണോ? പറയുന്നവർ പറഞ്ഞോട്ടെ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ മോശപ്പെട്ടവരാകുമോ നികേഷേ? ഇല്ലല്ലോ. ചേച്ചി, ഇതൊന്നും കേട്ടെനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യണ്ട, നീ മിണ്ടാതിരിക്കുക. ഓ, നിൽക്കാൻ പറ്റുന്നില്ല. എടി, നീ അവിടെ ഒരുത്തം ഉണ്ടല്ലോ, എന്താണ് ഒരു ഡ്രൈവർ അല്ലേ, ഏറ്റവും മൂത്തവൻ, പിന്നെ രണ്ടാമത്തവൻ മേശിരി പണിക്കാരൻ, പിന്നെ വേറെ ഒരുത്തൻ വർഷാപ്പ് പണി, പിന്നെ ഒരുത്തനും തൊഴിലേ ഇല്ലെന്ന്, അവനെയാണ് ഇവൾ കെട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ എല്ലാവർക്കും കൂടെ അങ്ങ് സുഖം കൊടുത്ത് സുഖിച്ച് ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഇതുപോലെ 4-5 പേരുടെ ഭാര്യ ആവാനേ എൻ്റെ അനിയത്തി കിട്ടില്ല. ഇടാ, നിൻ്റെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും നികേഷ് അങ്ങോട്ട് ചെല്ലാട്ടോ. അങ്ങനെ കയ്യാങ്കളി ആവണം. അവിടുന്ന് എങ്ങനെയെങ്കിലും നികേഷിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം കേട്ടോ നിധി. അവനൊക്കെ എന്തോ പറഞ്ഞോട്ടെ. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, വഴിയിൽ വെച്ച് ഒരു പെണ്ണിനെ തടഞ്ഞു നിർത്തി അനാവശ്യം പറയുന്നത് അന്തസ് അല്ലേ? എൻ്റെ വീട്ടുകാരും എൻ്റെ ഏട്ടന്മാരെയൊക്കെ നീ ഗുണ്ടകളും എന്ന് വിളിച്ചില്ലേ? ഈ ഗുണ്ടായിസം അവരെവിടെയാണോ കാണിച്ചത്? പറ, എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പറ, നാട്ടുകാർക്ക് പലതും പറയാം, അത് കേട്ട് ഞങ്ങളെ വിലയിരുത്താൻ വന്നേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് നിധിയും തിരിച്ച് 2 വഴക്ക് കൊടുത്തിട്ട് നികേഷിനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരിക കേട്ടോ. നികേഷിന് ഭയങ്കര ദേഷ്യം, എന്തിനായിട്ട് എന്നെ പിടിച്ചുകൊണ്ട് വന്നത്, അവനിട്ട് ഒരെണ്ണം കൊടുക്കണമായിരുന്നു. ശരിയാ, ആർക്കായാലും തോന്നും ഈ സംസാരം കേട്ടാൽ കൊടുക്കണം, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളായി പ്രശ്നമായി ആരെങ്കിലുമൊക്കെ ജയിലിൽ കയറേണ്ടി വന്നാൽ നിൻ്റെ ഭാവി പോവില്ലേ മോനെ? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. അവരുടെ കൾച്ചർ കാണിച്ച് വീണ്ടാതെ നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിത് വീട്ടിൽ പോയി പറയും. ദേവി ചെയ്ത് എൻ്റെ പൊന്നു മോനെ, നീ വീട്ടിൽ പോയി പറഞ്ഞ് ഇതൊരു വലിയ പ്രശ്നമാക്കരുത്. ഏട്ടത്തിക്ക് ഇത് വാക്ക് തരണം, നീ വീട്ടിൽ പോയി പറയില്ലെന്ന് വാക്കുതാ. അങ്ങനെ നിധിയുടെ നിർബന്ധപ്രകാരം നികേഷ് വാക്ക് കൊടുക്കുകയാണ്, ഞാനിത് ആരോടും പറയില്ല, മനസ്സിൽ തന്നെ വച്ചേക്കുന്നു. പക്ഷേ ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കോ, ജീവിതകാലം മുഴുവൻ ഞാനിത് മറക്കില്ല, ഞാൻ മനസ്സിലിട്ടിരിക്കും, അവസരം വരട്ടെ എന്നിങ്ങനെ നികേഷ് പറയാം. അത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോകണം കേട്ടോ. വീട്ടിലാണെങ്കിൽ ഭാസ്കരൻ എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ എച്ചിലൊക്കെ തറയിൽ വെക്കുകയാണ്. അതും കണ്ടുകൊണ്ടിരിക്കുന്ന സുധീഷിന് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? കഴിച്ചിട്ട് അവൻ്റെ സൈഡിൽ വെച്ചിട്ട് പുറത്തുകൊണ്ട് കളഞ്ഞാൽ പോരായിരുന്നോ? എടാ, നീ നിൻ്റെ പണി നോക്ക്, എനിക്കറിയാം എങ്ങനെ വീട് വൃത്തിയാക്കണമെന്നും എച്ചിലൊക്കെ എടുക്കണമെന്നും. ഓ, പറയാനേട്ടാ, നീ വലിയ വീട് വൃത്തിയാക്കൽ കാരനാണെന്ന് തോന്നുമല്ലോടോ. അവനാണെങ്കിൽ ഇവിടെ ചുമ്മാ ഇരിപ്പാ, ജോലിയില്ല പണിയില്ല. ഓ, ഈ പറയണ നിങ്ങൾക്ക് എന്താ പണി? എടാ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ടിപ്പർ ഓടിക്കുന്നുണ്ട്. പിന്നെ ഓടിക്കുന്നുണ്ട്, പക്ഷേ കിട്ടണമല്ല, നേരെ ബിവറേജസിലാണ് പോകുന്നതെന്ന് മാത്രം. എടാ, നിനക്ക് എന്ത് പണിയാടാ, നീ ഇവിടെ ചൊറിയും കുത്തി ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനും മോനോട് വഴക്കാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഹലോ പറയുമ്പോഴത്തേക്കിനും ആ വക്കീലാണ് കേട്ടോ, ഡിവോഴ്സ് പെറ്റീഷൻ നിധി കൊടുത്തില്ലേ, അപ്പോൾ അവർ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എത്ര നാളെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണം, എല്ലാവരും സൈൻ ചെയ്യണം, കാര്യം ഹിയറിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ സുധീഷ് ചോദിക്കുന്നത് ഇതൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റില്ലെന്ന്. അതെങ്ങനെ മാറ്റി വയ്ക്കാനാണ്? നിങ്ങൾ 2 പേരും കൂടെ തന്ന ഡിവോഴ്സ് പെറ്റീഷനല്ലേ,
അതിൻ്റെ കാര്യം ക്ലിയർ ചെയ്യണട്ടെ. അല്ല മാഡം, അത് അവൾക്ക് അങ്ങനെ വേണമെങ്കിലും എനിക്ക് അങ്ങനെ വേണമെന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് നീട്ടി വയ്ക്കാമോ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, താൻ ആദ്യം തന്നെ ഭാര്യയോട് സംസാരിക്കുക. നിങ്ങൾ ആദ്യം ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് വന്നാൽ മതി കേട്ടോ. അതുവരെ ഞാൻ എൻ്റെ ഫയൽ അങ്ങ് മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സങ്കടത്തിൽ സുമേഷിൻ്റെ അടുത്തേക്ക് സുധീഷ് പോകാനായിട്ട് ജോലി സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ സുധീഷിനോട് സുമേഷ് ചോദിക്കുകയാണ്, എന്താടാ നീ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമില്ലാതെ നീ വരില്ലല്ലോ ഏട്ടാ, ഒരു പ്രശ്നമുണ്ട്. ആ ഒരു വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നേ, നമ്മൾ ആ ഡിവോഴ്സ് പെറ്റീഷൻ്റെ കാര്യം കൊടുത്തിരുന്നില്ലേ, അപ്പോൾ നാളെ തന്നെ ചെല്ലണമെന്നും അത് എത്ര വേഗം തീർപ്പാക്കണമെന്നാണ് അവർ പറയുന്നത്. എനിക്കതിന് താല്പര്യമില്ല. എന്താ ചെയ്യുക? എടാ, ഞങ്ങൾക്കും അതിന് താല്പര്യമില്ല. നീ അവളെ ഭാര്യയായിട്ട് കണ്ട് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെ അത് എൻ്റെ ആഗ്രഹം. ഡിവോഴ്സിന് പോയി എന്ന് പറഞ്ഞാൽ അന്ന് മൂലം എനിക്ക് ഉറക്കമില്ല കേട്ടാ. അപ്പം സുധീഷ് ഓർത്തെടുക്കാനുണ്ടോ, ഇവരൊക്കെ രാത്രി കൂർക്കം വലിച്ചുറങ്ങാണ്. എൻ്റെ ഏട്ടാ, കള്ളം പറയില്ല, ഞാൻ എന്നും കാണുന്നതാണ് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്നത്. എടാ, അത് പിന്നെ ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചെന്ന് കിടക്കുമ്പോൾ ഉറക്കം വന്ന് പോണതാ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വേദനയുണ്ട്. ഞാനേ ഒരു കാര്യം പറയട്ടെ, അവളോട് ഞാൻ നേരിട്ട് സംസാരിക്കാൻ പോവാണ്. എടാ, കുഴപ്പത്തിലാക്കോ? ചില പെണ്ണുങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പുറകെ നടന്നാലും ഇവൾ മൈൻഡ് ചെയ്യില്ല ഏട്ടാ. അതുകൊണ്ട് ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തുറന്ന് പറയാൻ പോവാ. ശരി, അതാ നല്ലത്. നീ നിധിയോട് കാര്യങ്ങൾ തുറന്ന് പറ, നിൻ്റെ മനസ്സിലെ ഇഷ്ടവും എല്ലാം തുറന്ന് പറ. പിന്നെ ഒരു കാര്യം, കുളവാക്കിയിട്ട് നീ വന്നേക്കല്ലേ, അത് കഴിഞ്ഞ് ഞാൻ അവളോട് സംസാരിച്ചോളാം എന്ന് സുമേഷിനോട് സുമേഷാണെങ്കിൽ സുധീഷിനോട് പറയാം കേട്ടോ. ശരി, അങ്ങനെ സുധീഷിന് ഭയങ്കര സന്തോഷമായിട്ട് ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അന്ന് നിധിയും കൂട്ടുകാരികളൊക്കെ ഓഫീസ് വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ മാനേജറുണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട്, നിധി വന്നേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാം. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സുധീഷ് അങ്ങോട്ട് വന്നിട്ട് പറയാം, നിധി, ഞാൻ നിധിയെ കാണാനും സംസാരിക്കാനായിട്ടാണ് വന്നത്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഓ, അത് ശരി, നിങ്ങളായിരുന്നോ? ആ, എന്നാൽ പിന്നെ നിങ്ങൾ സിസ്റ്ററിനെയും കൂട്ടി പൊക്കോ എന്ന് പറയട്ടെ. അപ്പോൾ തന്നെ സുധീഷിന് ദേഷ്യം വരുവാണ്. സിസ്റ്ററോ? അങ്ങനെ അയാളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് എന്തിനാ ഇപ്പോൾ വന്നേ? അതെ, എനിക്ക് കുറച്ച് സംസാരിക്കണം, നീ എൻ്റെ കൂടെ വാ. അങ്ങനെ കൂട്ടുകാരിയെ പറഞ്ഞു വിട്ടിട്ട് നിധിയും സുധീഷും കൂടെ നേരെ ഒരു കടൽക്കരയിലേക്ക് വന്നിരിപ്പുണ്ട് കേട്ടോ. കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, അതെ, നീ ഈ കടലയൊക്കെ കഴിക്കുക, കടല കഴിച്ച് കടൽ കാണണം, അതാണ് രസം. ആഹാ, കൊള്ളാലോ, ഹ്യൂമർ സെൻസ് എന്നൊക്കെ നിധിയും പറയാം. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ കാര്യം പറ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേറൊന്നുമല്ല, പിന്നെ നമ്മുടെ ഈ കല്യാണം യാദൃശ്ചികമായി നടന്നതാണ്. നമുക്ക് രണ്ടു പേർക്കും തമ്മിൽ യാതൊരു പരിചയമില്ല, ഇഷ്ടമില്ല, പെട്ടെന്ന് ഒരു ഇത് തട്ടിക്കൂട്ടി അങ്ങ് നടന്നതാണ്. അതെ, അല്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടത് ഓർമ്മയുണ്ടോ, ഒരു കാറിൻ്റെ ക്ലാഷിൽ? ആ അതെ, അന്ന് നീ എനിക്ക് സപ്പോർട്ട് തന്നായിരുന്നു. കാരണം അന്ന് നിന്നെ കെട്ടാൻ പോകുന്ന അയാളുണ്ടല്ലോ, അയാളുടെ ഭാഗത്താണ് തെറ്റാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നീ ന്യായീകരിച്ച് നിന്നില്ലേ, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ലേ. അന്ന് ഞാൻ തീരുമാനിച്ചതാട്ടോ, ജീവിതകാലം മുഴുവനും നീ എനിക്കൊരു സപ്പോർട്ടറായിട്ട് കൂടെ ഉണ്ടാവണമെന്ന്. അല്ല സുധീഷ്, അതെ, ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുക, ഞാൻ പറയാനുള്ളത് മുഴുവനും പറയട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് മറുപടി പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ പറയാട്ടോ. നിധിയെ പക്ഷേ എനിക്ക് അന്ന് മുതൽ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയായിട്ട് തന്നെ നിധിയെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിധി പക്ഷെ അങ്ങനെ കാണുന്നില്ലെങ്കിലും ഞാൻ ഭാര്യയായിട്ടാട്ടോ നിധിയെ കാണുന്നതെന്ന് ഇങ്ങനെ സുധീഷ് തുറന്ന് പറയുമ്പോൾ നിധി അന്തം വിട്ട് സുധീഷൻ തന്നെ നോക്കിയിരിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്